നമസ്കാരം. ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ ഉണ്ടായ യുവജന പ്രക്ഷോഭം നമുക്ക് ഓർമ്മയുണ്ട്. ആ പ്രക്ഷോഭത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് അതേ മാതൃകയിൽ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. കാരണം ഇന്ത്യൻ സമൂഹം അങ്ങനെയുള്ള ഒരു കലാപത്തിന് അല്ലെങ്കിൽ ആ ഒരു കലാപം ഉണ്ടാക്കാൻ പറ്റിയ സാഹചര്യമല്ല. കാരണം ഇന്ത്യ വളർച്ചയുടെ പാതയിലാണ്. സാമ്പത്തികമായി ഇന്ത്യ കുതിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ പ്രയോജനം സമൂഹത്തിലെ എല്ലാവർക്കും ഏതാണ്ട് അടിത്തട്ടിൽ വരെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം അത് പരാജയപ്പെടുന്നു. പക്ഷേ ലഡാക്കിൽ അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കുന്നതിൽ ചിലർ വിജയിക്കുന്നു. സർക്കാർ വിരുദ്ധ കലാപമാണ്. ലഡാക്ക് ഒരു പൂർണ്ണമായ സംസ്ഥാനമാക്കി മാറ്റണം. അതിപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കലാപം ഉണ്ടായത് തന്നെ അതിനെ ഒരു പൂർണ്ണ സംസ്ഥാനമാക്കി മാറ്റണമെന്നും ഭരണഘടനയുടെ 6th ഷെഡ്യൂൾ സ്റ്റാറ്റസ് നൽകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ ഒരു കലാപം ഉണ്ടാക്കിയത്. യുവജനങ്ങളാണ് ആ കലാപത്തിനുള്ളിൽ പങ്കെടുത്തത്. വലിയ രീതിയിൽ അക്രമങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. ലഡാക്ക് എന്ന് പറഞ്ഞാൽ തന്ത്രപ്രധാനമായ ഭാഗമാണ്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഒരു കലാപം ഉണ്ടാകുന്നതിന് പിന്നിൽ വിദേശ ഗൂഢാലോചനയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നു. പക്ഷേ ആ ഒരു കലാപത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാപം അവിടെ ഉണ്ടാക്കാൻ കാരണമായത് സോനം വാങ്ചുക്ക് എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ്റെ പ്രഭാഷണങ്ങളാണ്. അല്ലെങ്കിൽ അദ്ദേഹമാണ് ഈ കലാപത്തിന് പിന്നിൽ എന്ന് പിന്നീട് തിരിച്ചറിയുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ 2025 സെപ്റ്റംബർ 26 അറസ്റ്റ് ചെയ്യുന്നു. ദേശീയ സുരക്ഷാ നിയമം അനുസരിച്ചിട്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. രഹസ്യമായി അദ്ദേഹത്തെ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റുന്നു. അതിനുശേഷം കലാപം അവിടെ കെട്ടടങ്ങുന്നു. ലഡാക്ക് സാധാരണ രീതിയിലേക്ക് പോകുന്നു. സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്ത് പല ആവശ്യങ്ങളും പല കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ ആവശ്യങ്ങൾ ഉയർന്നു. പക്ഷേ കേന്ദ്രം അന്ന് പറഞ്ഞത് കൃത്യമായി തന്നെ നിലപാട് സ്വീകരിച്ചത് ആ മേഖലയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം, അതായത് ജമ്മു കാശ്മീരിൻ്റെ ഭാഗമായിരുന്നു ലഡാക്ക്, തങ്ങളെ ഈ ജമ്മു കാശ്മീരിൻ്റെ നിഴലിൽ നിന്ന് മാറ്റിത്തരണം എന്ന് നിരന്തരം ആവശ്യപ്പെട്ടവരായിരുന്നു അവിടുത്തെ ജനങ്ങൾ. ജമ്മു കാശ്മീരിനെ രണ്ടാക്കി ലഡാക്കിനെ മറ്റൊരു കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയപ്പോൾ നൃത്തം ചെയ്ത് ആഘോഷിച്ചവരാണ് അവിടുത്തെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ആ തീരുമാനം അന്ന് അവർക്ക് വലിയ തീരുമാനമായിരുന്നു. പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറിയത് എങ്ങനെ, ആരാണ് അതിനിടയിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ കേന്ദ്ര സർക്കാരിന് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നു. അതിനുശേഷം കേന്ദ്ര സർക്കാർ ആ മേഖലയിൽ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെയെല്ലാം ചർച്ചയ്ക്ക് വിളിക്കുന്നു. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാം എന്ന ഉറപ്പ് കേന്ദ്രം നൽകുന്നു. അങ്ങനെ ലഡാക്ക് പരിപൂർണമായും ഒരു ശാന്തമായ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ശാന്തമായ ഒരു നിലയിലേക്ക് പോകുന്നു. അവിടെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് വാങ്ചുക്കിനെ മോചിപ്പിക്കും എന്നൊരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നത്. അതായത് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇങ്ങനെ വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ, അതോ വാങ്ചുക്ക് തൻ്റെ നിലപാടിൽ മാറ്റം വരുത്തിയത് കൊണ്ടാണോ എന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ മാധ്യമങ്ങളെല്ലാം അതിപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. സത്യത്തിൽ വാങ്ചുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാങ്ചുക്കിൻ്റെ മോചനത്തിന് പെട്ടെന്നൊരു തീരുമാനമെടുത്തത്? കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വാങ്ചുക്ക് ഉൾപ്പെടെയുള്ള സംഘടനകളുമായും പ്രമുഖ വ്യക്തികളുമായിട്ടുമൊക്കെയുള്ള ചർച്ചകളിലായിരുന്നു, സമാധാന ചർച്ചകളിലായിരുന്നു. അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ത്, ജനങ്ങളുടെ പ്രശ്നം എന്ത് എന്ന് കൃത്യമായി അറിയാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ആ പ്രശ്നങ്ങളെല്ലാം കേന്ദ്ര സർക്കാർ കേൾക്കുന്നു. അതിന് പരിഹാരം അവർ ഉറപ്പു നൽകുന്നു. മാത്രമല്ല, ഇങ്ങനെ പരിഹാരങ്ങളൊക്കെ ചെയ്യാം, പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനെ അക്രമത്തിൻ്റെ പാത സ്വീകരിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ കർശനമായി തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വാങ്ചുക്കിൻ്റെ ഭാര്യ പറഞ്ഞത് ഇനി പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും, ചർച്ച മാത്രമാണ് പോംവഴി, ഇത്തരം പ്രക്ഷോഭങ്ങളല്ല, അക്രമാസക്തമായ പ്രക്ഷോഭങ്ങളല്ല എന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ വാങ്ചുക്കിൻ്റെ നിലപാട് മാറുകയാണ്. വാങ്ചുക്ക് കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായ ഒരു ഉറപ്പ് കൊടുക്കുന്നു. ലഡാക്കിലെ പ്രശ്നങ്ങൾ അത് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളല്ലാത്ത പ്രശ്നങ്ങളുണ്ട്, പക്ഷേ പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ പരിഹരിക്കപ്പെടേണ്ടതും പരിഹാരം ആവശ്യമില്ലാത്തതുമായ വിഷയങ്ങളുണ്ട്. ഇത് കൃത്യമായി തന്നെ ചർച്ച ചെയ്യാം കേന്ദ്ര സർക്കാരുമായി. പരിഹരിക്കേണ്ട വിഷയങ്ങളെല്ലാം ഉടൻ തന്നെ പരിഹരിക്കാമെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് മോചിപ്പിക്കപ്പെട്ടാലും ഇനി സംഘർഷത്തിൻ്റെ പാത സ്വീകരിക്കില്ല, പ്രക്ഷോഭത്തിൻ്റെ പാത സ്വീകരിക്കില്ല. വിദേശ രാജ്യങ്ങളിൽ, ബംഗ്ലാദേശ് പോലെയുള്ള വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായ പ്രക്ഷോഭത്തിൻ്റെ മോഡൽ സ്വീകരിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വാങ്ചുക്കിനെ കേന്ദ്ര സർക്കാർ മോചിപ്പിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ലഡാക്കിൽ ഉണ്ടായ മാറ്റം
പെട്ടെന്ന് തന്നെ വിദേശ ഇടപെടലുകൾ അടക്കം ഉണ്ടാകുന്നു. മാത്രമല്ല ബംഗ്ലാദേശിലടക്കം ഈ പറയുന്ന വിദ്യാർത്ഥികളെല്ലാം സമരം ചെയ്യുന്നു. അവിടുത്തെ ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ പുറത്തു പോകുന്നു. അതിനുശേഷം അന്ന് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തവരടക്കം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മത്സരിച്ചിട്ടും ജനം അവരെ തിരസ്കരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം അടക്കം പുറത്തു വന്നതിന് ശേഷം ലഡാക്കിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് മറ്റൊരു രീതിയിൽ പരിഗണിക്കാൻ അല്ലെങ്കിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിരിക്കുന്നു. ആ ശ്രമം വിജയം കണ്ടിരിക്കുന്നു എന്ന് വേണം ഈ വാങ്ചുക്കിൻ്റെ മോചനത്തെ കണക്കാക്കാൻ. വാങ്ചുക്ക് വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. ആ ഉറപ്പിന്മേലാണ് വാങ്ചുക്കിനെ മോചിപ്പിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന സൂചന. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.